Hello, my dear students. Welcome to Again Classes. കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റി ചാപ്റ്ററിലെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഗ്രാഫ് തന്നിട്ട് ഈ ഫംഗ്ഷൻ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ അല്ലേ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താ, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്താ, വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എന്താ, ഡിഫറൻഷ്യബിൾ ആണോ അല്ലേ, ഇതേപോലത്തെ ചോദ്യങ്ങൾ. അപ്പോൾ ഇവിടെ കുറേ ഗ്രാഫുകൾ ഉണ്ട്. ഈ ഗ്രാഫുകളെല്ലാം തന്നെ നമ്മൾ ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഫംഗ്ഷൻസ് ഒക്കെ എ എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ അല്ലേ എന്നുള്ളത്. ചെക്ക് ദ കണ്ടിന്യൂറ്റി അറ്റ് എക്സ് ഈക്വൽ ടു എ. 6 ഗ്രാഫുകൾ ഉണ്ട്. ഇതൊക്കെ എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലേ, ഇതാണ് ആദ്യത്തെ ചോദ്യം. ഓക്കെ, സോ ഈ എ എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ 2, 3 അങ്ങനെ ഏതെങ്കിലും നമ്പർ ഒക്കെ ആവാം. ഓക്കെ, സോ ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ, ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ആ പോയിന്റിലൂടെ നമുക്ക് അതിന്റെ ഗ്രാഫ് പെന്നെടുക്കാതെ വരയ്ക്കാൻ വേണ്ടി പറ്റും. ആ പോയിന്റിൽ എത്തുമ്പോൾ പെൻ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ നോക്കി നോക്കുക. ഈ ഫംഗ്ഷൻ നമ്മൾ വരയ്ക്കുമ്പോൾ ഈ യെല്ലോ കളറാണ് ഇതിന്റെ ഗ്രാഫ് കിട്ടുക. ഫംഗ്ഷന്റെ ഗ്രാഫ് യെല്ലോ കളറാണ്. അപ്പോൾ ഇങ്ങനെ വരച്ച് ഈ ഒരു പോയിന്റ് വെച്ചിട്ട്, ഈ പോയിന്റ് പറഞ്ഞാൽ എ ആണേ, എ എന്ന് പറഞ്ഞ പോയിന്റിൽ വെച്ചിട്ട് എനിക്ക് പെൻ എടുക്കേണ്ടി വന്നു, എന്നിട്ടേ എനിക്ക് ബാക്കി ഭാഗം വരയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. എ എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടിന്യൂസ് അല്ല. കണ്ടിന്യൂസ് അല്ലാത്തതിന് ഞാൻ ഒരു തെറ്റിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ നോക്ക്. തീർച്ചയായിട്ടും ഞാൻ ഇവിടുന്ന് ഗ്രാഫ് ഇങ്ങനെ വരച്ച് ഇവിടെ എത്തുമ്പോൾ ഫംഗ്ഷൻ ഒരു ഹോളോ സ്പേസ് ആണ്. ഞാൻ വട്ടം ഇട്ടിട്ടാണ് കാണിച്ചെങ്കിലും മാക്സിൽ അങ്ങനെ വട്ടം ഇട്ടിട്ടാണ് കാണിക്കുക. അവിടെ ഫംഗ്ഷൻ ഒരു ഹോളോ സ്പേസ് ആണ്. മീൻസ് ഇങ്ങനെ വരച്ച് ഇവിടുന്ന് പെന്നെടുത്ത് എന്നിട്ട് ബാക്കി വരച്ച്. ഓക്കെ, ഇങ്ങനെ വന്ന് ഇവിടെ വരെ വന്ന് ഇവിടുന്ന് പെന്നെടുത്ത് എന്നിട്ടാണ് ബാക്കി വരച്ചിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഈ പോയിന്റിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല, പെൻ എടുക്കേണ്ടി വന്നു. ഓക്കെ, ഈ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ വരച്ച് ഇവിടെ എത്തുമ്പോൾ മേലൊരു ഡോട്ട് കണ്ട. സോ ഈ ഗ്രാഫ് ഇങ്ങനെയാണ്. ഇങ്ങനെ വരച്ച് മേലൊരു ഡോട്ട് ഇട്ട് എന്നിട്ട് ബാക്കി വരച്ച്, ഇങ്ങനെ വരച്ച് മേലൊരു ഡോട്ട് ഇട്ട് എന്നിട്ട് ബാക്കി വരച്ച്. ഈ ഫംഗ്ഷനും കണ്ടിന്യൂസ് അല്ല. ഓക്കെ, ഇനി ഈ ഫംഗ്ഷനിലേക്ക് വരികയാണെങ്കിൽ ഈ ഫംഗ്ഷനും എ എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് അല്ല. ഓക്കെ, ഇനി ഈ ഫംഗ്ഷന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ എ എന്ന് പറഞ്ഞ പോയിന്റിൽ നോക്കി ഗ്രാഫ് ഇങ്ങനെ വരച്ച് മേലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇൻഫിനിറ്റി വരെ. പിന്നെ ഗ്രാഫ് വരുന്നത് നെഗറ്റീവ് ഇൻഫിനിറ്റി ഇങ്ങോട്ടാണ്. തീർച്ചയായിട്ടും എ എന്ന പോയിന്റിൽ ഈ ഫംഗ്ഷനും കണ്ടിന്യൂസ് അല്ല. ഓക്കെ, ഇനി ഈ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് വരച്ച് പോവാം. എ എന്ന് പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് പെന്നോ പെൻസിലോ പേപ്പറോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വരച്ച് പോകാൻ വേണ്ടി പറ്റും. ഈ ഫംഗ്ഷൻ എ എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്. ഈ ഫംഗ്ഷന്റെ കേസ് നോക്കുകയാണെങ്കിലോ ഇങ്ങനെ വന്ന് ഇവിടുന്ന് പെട്ടെന്നൊരു വളവുണ്ട്, എന്നാലും പെൻ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. തീർച്ചയായിട്ടും ഈ ഫംഗ്ഷനും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. ഓക്കെ, സോ ഈ 4 ഫംഗ്ഷനും എ എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടിന്യൂസ് അല്ല. ഈ 2 ഫംഗ്ഷനും എ എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്. ഇനി കുറച്ചും കൂടി ഡീറ്റെയിലേക്ക് വരാം. അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഒക്കെ ഓരോ ഗ്രാഫിന്റെയും. സോ ഞാൻ ഓരോ ഗ്രാഫും ഇങ്ങോട്ട് വേറെ തന്നെ വരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് LHL എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഓഫ് എ ട്ടോ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു A മൈനസ് എന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ എ എന്ന് പറഞ്ഞ പോയിന്റ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്റെ അടുത്തേക്ക് നിങ്ങൾ ഇതാണ് എന്റെ അടുത്തേക്ക് നിങ്ങൾ ലെഫ്റ്റിലൂടെ അപ്രോച്ച് ചെയ്യാണ്. വേണ്ട, ഇവിടെ എക്സിന്റെ വാല്യൂ ഇതാണ്. ഈ പോയിന്റിൽ എക്സിന്റെ വാല്യൂ ഇതാണ്. സോ ഈ ഒരു പോയിന്റിൽ എന്റെ അടുത്തേക്ക് എത്രത്തോളം നിങ്ങൾ ലെഫ്റ്റിലൂടെ എന്റെ അടുത്തേക്ക് ലെഫ്റ്റിലൂടെ അപ്രോച്ച് ചെയ്യുന്നു, അത്രത്തോളം ഫംഗ്ഷൻ അപ്രോച്ച് ചെയ്യുന്നത് ഈ എം എന്ന് പറഞ്ഞ നമ്പർ കണ്ട അവിടെ എമ്മിന്റെ അടുത്തേക്കാണ്. സോ ഫംഗ്ഷന്റെ വാല്യൂ അതിന്റെ y കോർഡിനേറ്റ് എമ്മിന്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. സോ എന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എം ആകുന്നു. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നിങ്ങൾ എന്റെ അടുത്തേക്ക് റൈറ്റിലൂടെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഇത് എങ്ങോട്ടാ പോകണം നോക്കുക, എന്നിന്റെ അടുത്തേക്കാണ് പോകുന്നത്. സോ ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എമ്മും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്നും ആണ്. സോ ഈ ഫംഗ്ഷൻ ഇവിടെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എം, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എൻ, ലിമിറ്റ് എക്സിസ്റ്റ്. ഫംഗ്ഷൻ ഒരു പോയിന്റ് എങ്ങനെയാണ് കണ്ടിന്യൂസ് ആവുന്നത്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഈക്വൽ ആവണം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എം ആണ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എൻ ആണ്. അതുകൊണ്ടാണ് അത് കണ്ടിന്യൂസ് അല്ലാതായത്. ഇനി ഇതിന്റെ വാല്യൂ എന്താ നോക്കി നോക്ക്. ഈ കട്ടിയിൽ നമ്മൾ കളർ ചെയ്തത് ഇവിടെ അല്ലേ, ഏത് പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ ഒരു ബോൾ പോലെയാണ് നമ്മൾ കാണിക്കുക. സോ അതായത് ഡാർക്ക് ബോൾ, ഇത് ഹോളോ ബോൾ, കാലി. ഓക്കെ, സോ ഇതാണ് വാല്യൂ എം. എൻ അല്ല കേട്ടോ, എന്നിന്റെ ഇവിടെ ഹോളോ സ്പേസ് ആണ്. ഓക്കെ, കാലി കിടക്കാണ്, അതല്ല വാല്യൂ. വാല്യൂ കുറച്ച് കട്ടിയിൽ കാണിക്കും. സോ വാല്യൂ ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, വാല്യൂ. ഇത് 3 ഈക്വൽ ആവണം. ഇത് 2 മാത്രമാണ് ഈക്വൽ, 3 ഈക്വൽ അല്ല. 3 കൂടി ഒരുമിച്ച് ഈക്വൽ ആയിട്ടില്ല. സോ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞ പോയിന്റ് കണ്ടിന്യൂസ് അല്ല എന്നുള്ളത്. ഓക്കെ, എന്നാൽ ഈ ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഈ ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ല. എന്ന് പറഞ്ഞ പോയിന്റിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. ഓക്കെ, റൈറ്റ്. ഇനി ഈ ഒരു ക്വസ്റ്റിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്റെ അടുത്തേക്ക് നിങ്ങൾ ലെഫ്റ്റിലൂടെ അപ്രോച്ച് ചെയ്തോ റൈറ്റിലൂടെ അപ്രോച്ച് ചെയ്തോ, ഇത് രണ്ടും ഫംഗ്ഷന്റെ വാല്യൂ അപ്രോച്ച് ചെയ്യുന്നത് എല്ലിന്റെ അടുത്തേക്ക് തന്നെയാണ്. നോക്ക്, വളരെ എന്റെ തൊട്ട് ലെഫ്റ്റിൽ വളരെ ക്ലോസ് ആയിട്ട് എ എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണെങ്കിൽ എന്റെ എത്രത്തോളം ലെഫ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഇത് അപ്രോച്ച് ചെയ്യുന്നത് എല്ലിന്റെ അടുത്തേക്കാണ്. റൈറ്റിലൂടെ നിങ്ങൾ വന്നോ അപ്പോഴും ഇത് അപ്രോച്ച് ചെയ്യുന്നത് എല്ലിന്റെ അടുത്തേക്കാണ്. അതായത് ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും എല്ലാണ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റും എല്ലാണ്. എന്നാൽ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എന്താ?
എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ എന്താ? ഇവിടെ ഒരു ഹോളോ സ്പേസ് ആണ്. എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷന് വാല്യൂ ഇല്ല. ഓക്കെ, നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷൻ എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ? തീർച്ചയായിട്ടും കണ്ടിന്യൂസ് അല്ല. കാരണം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും വാല്യൂ ഓഫ് ദ ഫംഗ്ഷനും ഈക്വൽ ആകുമ്പോഴാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്നത്. വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഇല്ല, അതുകൊണ്ട് എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. ഓക്കെ, എന്നാൽ ഈ ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണോ? തീർച്ചയായിട്ടും ഈ ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. നിങ്ങൾ കേട്ടത് കറക്റ്റ് ആണ്. ഈ ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. കാരണം നമ്മൾ എന്താ പഠിച്ചത്? ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആവണമെങ്കിൽ ഡൊമൈനിലുള്ള എല്ലാ പോയിന്റിലും അത് കണ്ടിന്യൂസ് ആവണം. ഈ എ എന്ന് പറഞ്ഞ പോയിന്റ് ഇതിന്റെ ഡൊമൈനിലില്ല. എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയി കിടക്കുന്ന സെറ്റ് വാല്യൂ ആണല്ലോ ഡൊമൈൻ. ഓക്കെ, എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷൻ വാല്യൂ ഇല്ല. ഓക്കെ, അതിന്റെ ഡൊമൈനിൽ എ ഇല്ല. അതുകൊണ്ട് ഇത് ഇപ്പോൾ കണ്ടിന്യൂസ് അല്ലാണ്ടായത് എ എന്ന് പറഞ്ഞ പോയിന്റ് ഡൊമൈനിൽ ഇല്ലാത്ത പോയിന്റിലാണ്. സോ ഡൊമൈനിലുള്ള പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ? അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. പക്ഷേ എ എന്ന് പറഞ്ഞ പോയിന്റ് ഈ ഫംഗ്ഷൻ നോട്ട് കണ്ടിന്യൂസ് ആണ്. മീൻസ് എ എന്ന് പറഞ്ഞ പോയിന്റ് ഫംഗ്ഷന്റെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, മറ്റൊരു ഫംഗ്ഷനിലേക്ക് നമുക്ക് പറയാം. ഓക്കെ, സോ ഈ ഒരു ഫംഗ്ഷൻ നോക്ക്. ഈ ഫംഗ്ഷന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അല്ലത് എന്റെ അടുത്തേക്ക് ലെഫ്റ്റിലൂടെ അപ്രോച്ച് ചെയ്തോ റൈറ്റിലൂടെ അപ്രോച്ച് ചെയ്തോ ഫംഗ്ഷന്റെ വാല്യൂ അപ്രോച്ച് ചെയ്യുന്നത് എൻ്റെ അടുത്തേക്കാണ്. സോ തീർച്ചയായിട്ടും എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഈ ഫംഗ്ഷന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും രണ്ടും n തന്നെയാണ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് n, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് n. നോക്ക്, അത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ വാല്യൂ എന്താ? ഈ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? എ എന്ന് പറഞ്ഞ പോയിന്റിൽ വാല്യൂ ഇതാ ഒരു ഡാർക്ക് ബോൾ ആയിട്ട് കാണിച്ചിട്ടുണ്ട് m. സോ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ m ആണ്. ഓക്കെ, സോ എ എന്ന് പറഞ്ഞ പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ലിമിറ്റും വാല്യൂ ഇത് മൂന്നും സെയിം ആവണല്ലോ. ഓക്കെ, ഇത് മൂന്നും സെയിം അല്ലാത്തത് കൊണ്ട് ഈ ഫംഗ്ഷൻ എന്തായാലും തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ല. ഓക്കെ, എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. മാത്രമല്ല എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. ഡൊമൈനിൽ എ ഉണ്ട് അല്ലേ? ഇവിടെ എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആണ്. മീൻസ് ഫംഗ്ഷന് വാല്യൂ ഇല്ല. ഡൊമൈനിൽ എ ഇല്ല. ഇവിടെ ഡൊമൈനിൽ എ ഉണ്ട്. ഓക്കെ, ഡൊമൈനിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ആ പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണോ അല്ലേ എന്നുള്ളതാണ്. സോ ഡിഫൈൻഡ് ആണ്. അപ്പൊ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണോ? എ എന്ന് പറഞ്ഞ പോയിന്റ് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. ഈ ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ല. ഓക്കെ, ഇനി അടുത്തത് ഈ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഓഫ് എ എന്താ? ഇൻഫിനിറ്റി. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഓഫ് എ എന്താ? നോക്ക്, എന്റെ അടുത്തേക്ക് ലെഫ്റ്റിലൂടെ അപ്രോച്ച് ചെയ്യുന്നതോർത്ത് ഇങ്ങനെ മേലോട്ട് കയറി പോകണം, അങ്ങ് പോസിറ്റീവ് ഇൻഫിനിറ്റിയുടെ അടുത്തേക്ക്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഓഫ് എ എന്താ? നെഗറ്റീവ് ഇൻഫിനിറ്റി. ഇത് പോസിറ്റീവ് ഇൻഫിനിറ്റി, ഇത് നെഗറ്റീവ് ഇൻഫിനിറ്റി. തീർച്ചയായിട്ടും എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. ഇനി എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ എന്താ? അവിടെ വാല്യൂ എവിടെയെങ്കിലും ഉണ്ടോ? എവിടെയെങ്കിലും വാല്യൂ ഉണ്ടോ? വാല്യൂ ഇല്ല. ഓക്കെ, നോട്ട് ഡിഫൈൻഡ്. അതായത് ഈ ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ബട്ട് എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ഈ ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. കാരണം എന്താ? എ എന്ന് പറഞ്ഞ പോയിന്റ് ഡൊമൈനിൽ ഇല്ല. എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആണ്. സോ ഈ ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, റൈറ്റ്. ഇനി ഈ നെക്സ്റ്റ് ഗ്രാഫ് നോക്ക്. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താ? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എൽ. റൈറ്റ് ഹാൻഡ് എന്റെ അടുത്ത് ലെഫ്റ്റിലൂടെ അപ്രോച്ച് ചെയ്തോ റൈറ്റിലൂടെ അപ്രോച്ച് ചെയ്തോ. ഓക്കെ, അത് ഇതിലൂടെ വാ അതിലൂടെ വാ. ഫംഗ്ഷന്റെ ലിമിറ്റ് എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആയാലും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണെങ്കിലും എൽ തന്നെ. എൽ. ഈ വാല്യൂ ഓഫ് ഫംഗ്ഷൻ എന്താ? ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഇവിടെ വാല്യൂ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതും എൽ തന്നെയാണ്. സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എല്ലാം എൽ. എ എന്ന് പറഞ്ഞ പോയിന്റ് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഈ ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്ക്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താ? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എൽ. എന്റെ അടുത്തേക്ക് ലെഫ്റ്റിലൂടെ അപ്രോച്ച് ചെയ്തോ ഫംഗ്ഷൻ അപ്രോച്ച് ചെയ്യുന്നത് എല്ലിന്റെ അടുത്തേക്ക്. റൈറ്റിലൂടെ അപ്രോച്ച് ചെയ്തോ ഫംഗ്ഷൻ അപ്രോച്ച് ചെയ്യുന്നത് എല്ലിന്റെ അടുത്തേക്ക്. സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എൽ, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എൽ. തീർച്ചയായിട്ടും ആ പോയിന്റിൽ ഫംഗ്ഷന് വാല്യൂം ഉണ്ട്. ഓക്കെ, വാല്യൂ എന്ത് തന്നെ? എൽ തന്നെ. സോ ഈ ഫംഗ്ഷൻ എന്താണ്? എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ഓക്കെ, എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. സോ ഇതെല്ലാം ഇതാണ് വ്യത്യസ്തമായ സാഹചര്യങ്ങൾ. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകാനും ആകാതിരിക്കാനും ഒക്കെ ഉള്ള വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ഇതാണ്. എന്നാൽ ഡിഫറൻഷ്യബിലിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുമ്പോൾ നോക്ക്, കണ്ടിന്യൂസ് ആകാത്ത സ്ഥലത്തൊന്നും ഡിഫറൻഷ്യബിൾ അല്ല. അതായത് ഈ വെട്ടിട്ട സ്ഥലത്തൊന്നും അതെന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. കാരണം ആകെ അതായത് എന്ന് പറഞ്ഞ പോയിന്റിൽ ഇട്ടാ എന്ന് പറഞ്ഞ പോയിന്റിലെ ഡിഫറൻഷ്യബിലിറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ കണ്ടിന്യൂസ് ആയാലേ ഡിഫറൻഷ്യബിൾ ആവുള്ളൂ. എന്നാൽ കണ്ടിന്യൂസ് ആയി എന്ന് വിചാരിച്ച് ഡിഫറൻഷ്യബിൾ ആവണം നിർബന്ധമില്ല. സോ ഈ രണ്ട് സ്ഥലമാണ് കണ്ടിന്യൂസ് ആയ സ്ഥലം. സോ ഈ രണ്ട് സ്ഥലത്തും ഡിഫറൻഷ്യബിൾ ആവാനും ആവാതിരിക്കാനും സാധ്യതയുണ്ട്. ഇവിടെ ഒന്നും ഡിഫറൻഷ്യബിൾ അല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇവിടെ ഒന്നും കണ്ടിന്യൂസ് അല്ല. ഓക്കെ, ഇനി കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ രണ്ട് സ്ഥലം കണ്ടിന്യൂസ് ആണ്. ഡിഫറൻഷ്യബിൾ ആണോ അല്ലേ എന്ന് എങ്ങനെ തീരുമാനിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് യുണീക്ക് ആയിട്ട് ഒരു ടാൻജന്റ് വരയ്ക്കാൻ വേണ്ടി പറ്റുമോ നോക്കാം. ഒരൊറ്റ ടാൻജന്റ്, ഒന്നിൽ കൂടുതലല്ല, ഒരൊറ്റ ടാൻജന്റ്. സോ തീർച്ചയായിട്ടും ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ഒരു ടാൻജന്റ് വരയ്ക്കാം അല്ലേ? ഒരു യുണീക്ക് ടാൻജന്റ് അപ്പോൾ ഞാൻ വരച്ചു. ഒരു ടാൻജന്റ് ഞാൻ അവിടെ വരച്ചു. ക്ലിയർ അല്ലേ? ഒരു ഗ്രീൻ കളർ ടാൻജന്റ് ഇവിടെ കാണുന്നുണ്ട്. എന്നാൽ ഗ്രീൻ കളർ വ്യക്തമായി കാണുന്നില്ലാത്തതുകൊണ്ട് ഞാൻ മറ്റൊരു കളർ വരയ്ക്കുക. ഓക്കെ, ഒരു റെഡ് കളർ ടാൻജന്റ് വരയ്ക്കുന്നതാ എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഞാൻ റെഡ് കളർ ടാൻജന്റ് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു യുണീക്ക് ടാൻജന്റ് എനിക്ക് വരയ്ക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഈ പോയിന്റ്.
ഈ പോയിന്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒന്നിലധികം ടാൻജന്റുകളെ വരയ്ക്കാം കേട്ടോ. ഇങ്ങനെ ഒരു ടാൻജന്റ് വരയ്ക്കാം, ഇങ്ങനെ ഒരു ടാൻജന്റ് വരയ്ക്കാം. അതായത് അവിടെ കുറച്ചും കൂടി കൂർത്ത പോയിന്റ് ആണ്. ഇങ്ങനത്തെ പോയിന്റ് ആണ് ഡിഫറൻഷ്യബിൾ അല്ലാത്ത പോയിന്റ്. അതായത് ഒന്നിലധികം ടാൻജന്റ് വരയ്ക്കാൻ പറ്റുന്ന കൂർപ്പുള്ള പോയിന്റ്, ഷാർപ്പുള്ള പോയിന്റ്. ഓക്കെ, സോ ഷാർപ്പ് ആയിട്ടുള്ള പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല, സ്മൂത്ത് ആയിരിക്കണം. സോ അവിടെയാണ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവുന്നത്. പിന്നെ കണ്ടിന്യൂസ് അല്ലാത്തടത്തൊന്നും ഡിഫറൻഷ്യബിൾ അല്ല. ചുരുക്കി പറഞ്ഞാൽ ദാ ഇവിടെ ഡിഫറൻഷ്യബിൾ അല്ല, 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 ഇവിടെ മാത്രം ഡിഫറൻഷ്യബിൾ. ഇവിടെ കണ്ടിന്യൂസും ആണ്, സ്മൂത്തും ആണ്. സോ ഇതിനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചോദ്യങ്ങൾ എങ്ങനെ വന്നാലും, ഗ്രാഫിൽ നിന്ന് നിങ്ങൾ ചോദ്യങ്ങൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും ചിത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇതേപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്യാം.